ഈ കേരള സർവകലാശാലയിലെ അധികാരപ്പോര് അത് സമവായത്തിലേക്ക് നീങ്ങുമ്പോഴും രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടിയിൽ വിട്ടുവീഴ്ചയില്ലാതെയാണ് വൈസ് ചാൻസലറുടെ നിലപാട്. മന്ത്രി ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിന് സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാണ് ഇടതംഗങ്ങളുടെ ആവശ്യം. ബിനിൽ ലീല സാബു ചേർന്നുകൊണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ബിനിലെ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ഒരു സമവായത്തിനുള്ള വഴി തേടുകയാണ്. കാരണം ഈ വിഷയം ഇങ്ങനെ അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയത്തുമില്ല, ഇത്ര നാളായി തുടങ്ങിയിട്ടല്ലേ. അപ്പോൾ ഇതിൽ രണ്ടുപേരും അവരവരുടെ നിലപാടുകളിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ വിഷയത്തിന് ഒരു അന്ത്യവും ഉണ്ടാവുകയില്ല. മാത്രമല്ല, പിള്ളേരുടെ ഭാവിയാണ് ഇതിനൊക്കെ ഇടയിൽപ്പെട്ട് ഇല്ലാണ്ടായി പോകുന്നതും. അപ്പോൾ സർക്കാർ അങ്ങനെ ഒരു സമവായത്തിന് ശ്രമിക്കുമ്പോഴും VC പക്ഷേ തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് ഈ വിഷയത്തിൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റില്ല? സേതു, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സേതു നേരത്തെ പറഞ്ഞതാണ്, കുട്ടികളുടെ ഭാവി സംബന്ധിച്ച ആശങ്കയാണ്. ഇന്നലെ ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞതും അതുതന്നെയാണ്. കുട്ടികളുടെ ഭാവി സംബന്ധിച്ച വലിയ ആശങ്കയുണ്ട്. ഈ പ്രതിസന്ധി, ഭരണ പ്രതിസന്ധി ഉണ്ട്. അതിങ്ങനെ അനിശ്ചിതമായി നീണ്ടാൽ വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഇന്നലെ VC മോഹനൻ കുന്നുമ്മൽ ഈ കേരള സർവകലാശാലയിലേക്ക് എത്തിയിരുന്നു. അവിടെ വന്നപ്പോൾ അദ്ദേഹം ഒപ്പിട്ടത് 1838 ഫയലുകളിലാണ് അദ്ദേഹം ഒപ്പിട്ടത്. സർട്ടിഫിക്കറ്റുകളുണ്ട്, അതിൽ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നത്തിലേക്ക്, ഇനിയും ഈ പ്രതിസന്ധി ഇങ്ങനെ പോയാൽ വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകും. കുട്ടികളുടെ ഭാവി വലിയ ആശങ്കയിലാകും. അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു സമവായത്തിലേക്ക് സർക്കാർ നീങ്ങുന്നു എന്നുള്ളതാണ്. ഇന്നലെ ആർ ബിന്ദുവിൻ്റെ വാർത്താ സമ്മേളനം നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം. അതിൽ VCയെക്കുറിച്ച് കാര്യമായി ഒന്നും, അല്ലെങ്കിൽ നേരത്തെ വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന മന്ത്രിയാണ്. പക്ഷേ ഇന്നലെ അത്തരം ഒരു കാര്യങ്ങൾ പോലും ഉണ്ടായില്ല. മാത്രമല്ല, എടുത്തു പറഞ്ഞ ഒരു കാര്യം, ആവശ്യമെങ്കിൽ ഗവർണറുമായും സംസാരിക്കും എന്ന് തന്നെയാണ് മന്ത്രി എടുത്തു പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുട്ടികളുടെ ഭാവി സംബന്ധിച്ച ആശങ്ക തന്നെയാണ്. അതുകൊണ്ട് ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. മാത്രമല്ല, ഇന്നലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മന്ത്രിയെ കണ്ടിരുന്നു. അതിനുശേഷം മോഹനൻ കുന്നുമ്മൽ മന്ത്രിയെ കണ്ടിരുന്നു. മാത്രമല്ല, ഈ മന്ത്രി പറഞ്ഞൊരു കാര്യം, മോഹനൻ കുന്നുമ്മലുമായി സംസാരിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടേക്ക് സർവകലാശാലയിലേക്ക് എത്തിയത് എന്നാണ് മന്ത്രി പറയുകയും ചെയ്തത്. ഇനി അറിയേണ്ട ഒരു കാര്യം, ഈ രജിസ്ട്രാറുടെ കാര്യത്തിൽ എന്താണ് ഒരു നിലപാട് എന്നുള്ളതാണ്. അതായത് സിൻഡിക്കേറ്റ്, ഇടത് സിൻഡിക്കേറ്റ് അവിടെ തീരുമാനിച്ചത്, സർക്കാർ തീരുമാനിച്ചത് KS അനിൽകുമാറിനെ അവിടെ തുടരുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം ഉണ്ടായത്. പക്ഷേ ഗവർണർ പറയുന്നത്, ചാൻസലർ പറയുന്നത് ആ നിലപാടല്ല. അതായത് അവിടെ VC മോഹനൻ കുന്നുമ്മൽ നിയമിച്ചത് മിനി കാപ്പനെയാണ്, അങ്ങനെ രജിസ്ട്രാറെ നിയമിച്ചത് അവരെയാണ്. അങ്ങനെ മോഹനൻ കുന്നുമ്മലിനെ നിലനിർത്തുമോ അല്ലെങ്കിൽ ഒഴിവാക്കുമോ എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട, അതാണ് ഒരു സമവായത്തിന്റെ ഏറ്റവും പ്രധാനമായ ഘടകം. അതാണ് ഈ KS അനിൽകുമാറിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക. അത് എന്തായാലും ആ നിലപാട് തുടർന്നാൽ, ഈ KS അനിൽകുമാർ രജിസ്ട്രാറായി തുടർന്നു കഴിഞ്ഞാൽ അത് ഗവർണർ അയണം, അല്ലെങ്കിൽ അവിടെ VC അയണം. പക്ഷേ അദ്ദേഹത്തെ മാറ്റണമെങ്കിൽ അത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അതിനെ ഏത് രീതിയിലാണ് എടുക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഉണ്ടാകട്ടെ. കാരണം ഇനിയിപ്പം ആകെ ഒരു പ്രതീക്ഷയുള്ളത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഉടനെ ഈ വിഷയമായി ബന്ധപ്പെട്ടൊക്കെ കാണും, ഭാരതാംബ വിഷയമൊക്കെ ഇതിൽ ചർച്ചയാകും എന്നൊക്കെയാണ്. അതിലൂടെ, ആ ചർച്ചയിലൂടെയെങ്കിലും ഈ വിഷയത്തിലൊരു മഞ്ഞുരുക്കമൊക്കെ ഉണ്ടായി എല്ലാം ഒരു സമവായത്തിൽ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.